കൊന്നിച്ചിവ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഓഫീസുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഈ കൊല്ലത്തെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഓഫീസിൽ പോകണം. ഇന്ന് ഓഫീസിൽ പോയിട്ട് ഇനി നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ജോലിക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇന്ന് ഓഫീസിൽ പോയിട്ട് നമ്മുടെ ലാപ്പും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് റിട്ടേൺ ചെയ്യണം. എന്നിട്ട് അടുത്ത ആഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമ്മളത് തിരിച്ചു കൊണ്ടുവരാം. ലാപ്പ് കാര്യങ്ങൾ, പിന്നെ സെക്യൂരിറ്റി കാർഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ ഓഫീസിൽ വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ലീവാണല്ലോ. അപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ ഈ ഓഫീസിൻ്റെ സംഭവങ്ങൾ എന്തെങ്കിലും പുറത്ത് പോകുമ്പോൾ മിസ്സാവേ അങ്ങനെയൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓഫീസിൽ വയ്ക്കുന്നത് കേട്ടോ, ജോലിയുടെ സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അതൊക്കെ ഇന്ന് ഓഫീസിൽ വയ്ക്കും. എൻ്റെ ഒരു അറിവ് വെച്ച് ഇന്ന് 3:30 വരെയോ 5:30 വരെയോ അങ്ങാണ്ടാണ് ജോലിയുള്ളൂ. ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണത് വെള്ളിയാഴ്ചയാണ്. ഇന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്ത ആഴ്ച പോവില്ല. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ആയിരിക്കും നമുക്ക് ഇനി ജോലിയുള്ളത്. തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ ഇനി നമ്മൾ പോണത്. അപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ട്. എണീറ്റിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി ഇടാം കേട്ടോ. ഇന്ന് നമുക്ക് ലഞ്ച് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് അരി ഇടണം. അപ്പോൾ നമുക്ക് വേഗം അരി ഇടാം. ഇവിടെ ഇതുവരെ മഞ്ഞ് പെയ്തിട്ടില്ല കേട്ടോ. വെതറിൽ മഞ്ഞ് കാണിക്കും, പിറ്റേ ദിവസം അത് മഴയാവും കേട്ടോ. ഇതുവരെ മഞ്ഞ് പെയ്തിട്ടില്ല. അന്ന് നമ്മൾ പറഞ്ഞ പിന്നെ, അതായത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പിന്നെ 2-3 പ്രാവശ്യം വെതറിൽ കാണിച്ചു മഞ്ഞാണെന്ന്. പക്ഷെ മഞ്ഞ് ഇതുവരെ പെയ്തിട്ടില്ല കേട്ടോ. നമുക്കറിയാമല്ലോ, നമ്മൾ ഇതിലാണ് എപ്പോഴും ചോറ് വയ്ക്കാറ്. അപ്പോൾ നമുക്ക് ചോറ് വയ്ക്കാം. ഇന്നൊരു അരമണിക്കൂർ മതി കേട്ടോ. അപ്പോൾ പോണ സമയമാകുമ്പോഴേക്കും ചോറ് റെഡിയാവും. കാലത്തന്നെ വെക്കാറുണ്ട്, തലേദിവസം വെക്കാറില്ല. തലേദിവസം വെച്ച് കഴിഞ്ഞാൽ ചോറ് കട്ടയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാലത്താണ് വെക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോഫി കുടിക്കണം. അപ്പോൾ കോഫി ഉണ്ടാക്കാം. കോഫിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വയ്ക്കാൻ പോകുന്നത്. കോഫിയും പാൻ കേക്കും നമുക്ക് ഉണ്ടാക്കാം. സാധാരണ ഒരുവിധം ദിവസങ്ങളൊക്കെ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് നമുക്ക് കോഫി മാത്രമേ കുടിക്കേണ്ട ആവശ്യം വരാറുള്ളൂ. ഞാൻ കോഫി കുടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ചോറുണ്ടല്ലാണ് കേട്ടോ പതിവ്. പക്ഷെ ഇപ്പോൾ വർക്കുള്ളത് കൊണ്ട്, ഇന്ന് വർക്കുള്ളത് കൊണ്ട് നമുക്ക് കാലത്ത് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പാൻ കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ പാൻ കേക്കിന് ആവശ്യമായ സാധനങ്ങൾ: പാൻ കേക്കിൻ്റെ പൗഡർ, അതുപോലെ തന്നെ ഒരു മുട്ട. ഇത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം കേട്ടോ. പെട്ടെന്ന് കുറച്ച് ഉണ്ടാക്കണുള്ളൂ. രണ്ട് പാൻ കേക്ക് ഉണ്ടാക്കണുള്ളൂ. കാലത്ത് തന്നെ നമുക്കധികം കഴിക്കാൻ കാലത്ത് തന്നെ പറ്റില്ലല്ലോ. അതുകൊണ്ട് 2 പാൻ കേക്ക് ഉണ്ടാക്കാം. പൊടിയിടുക, മുട്ട പൊട്ടിച്ച് ഒഴിക്കുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ചേർക്കുക, ഇളക്കുക, ഉപ്പിടുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പൗഡർ ഇട്ടിട്ടുണ്ട്, മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ചേർക്കുക, ഉപ്പിടുക, കുറച്ച് ഉപ്പിടുക. സ്മൂത്താണ് വരെ നല്ലോണം ഇങ്ങനെ ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ എന്തിൻ്റെ വിശേഷം? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചാള കഴിക്കാൻ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഇനി കഴിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല, എനിക്കത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്നത്തെ എൻ്റെ ഒരു ദിവസം കോളായിരുന്നു. വന്നിട്ട് അതിൻ്റെ ആ സ്മെല്ലും ടേസ്റ്റൊക്കെ എൻ്റെ മനസ്സിൽ നിൽക്കണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പാല് കേട്ടോ. ഈ വർക്ക് ഫ്രം ഹോം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഓഫീസിൽ പോകാൻ ഇത്തിരി മടിയുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്നിട്ട് ആ സുഖം പിടിച്ചല്ലോ, പിന്നെ ഓഫീസിൽ പോകാൻ ഇത്തിരി മടിയായിരിക്കും. പക്ഷെ വേറെ വഴിയില്ലല്ലോ, നമുക്ക് ഓഫീസിൽ പോയല്ലേ പറ്റൂ. പാലാണ് കേട്ടോ. പാലിലേക്ക് നമ്മുടെ കോഫി പൗഡർ ഇട്ടതാണ്, നെസ്കഫേയുടെ ആണ്. ഇതിൻ്റെ ഉള്ളിൽ കോഫി പൗഡറും ഉണ്ട്, പഞ്ചസാരയും ഉണ്ട്. അപ്പോൾ വേറെ സെപ്പറേറ്റ് ആവശ്യമില്ല, ഇതിന് ഇട്ടാൽ മതി. ഇതിനുള്ളിൽ പഞ്ചസാരയും അതുപോലെ തന്നെ കോഫി പൗഡറും ഉണ്ട്. അപ്പോൾ വേറെ പഞ്ചസാരയുടെ ആവശ്യമില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് ഇത്രയും പഞ്ചസാരയൊന്നും പോരാട്ടെ. നമുക്ക് കുറച്ചുകൂടെ പഞ്ചസാര ഇടേണ്ടി വരും. അതിൻ്റെ ആവശ്യം ഉണ്ടാവും. നമുക്ക് കുറച്ചുകൂടെ പഞ്ചസാര ഇടാം. ജപ്പാനിൽ ബേസിക്കലി ക്രിസ്ത്യൻസ് ഇല്ല. അതുകൊണ്ട് ജപ്പാനിൽ ക്രിസ്മസ് ഒരു പബ്ലിക് ഹോളിഡേ അല്ല. അപ്പോൾ ജപ്പാനിൽ എല്ലാവരും ക്രിസ്മസിൻ്റെ ദിവസം പണിക്ക് പോകും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം, അതായത് ഇന്ന് തൊട്ടാണ് ഇവിടെ വെക്കേഷൻ തുടങ്ങുന്നത്. ഒരാഴ്ചത്തേക്ക് വെക്കേഷൻ. ഈ ഒരാഴ്ചയായിരിക്കും എല്ലാവരും എല്ലാ സ്ഥലത്തേക്കൊക്കെ പോയി എൻജോയ് ചെയ്യുന്ന സമയം. ഇതാണ് നമ്മുടെ പാൻ കേക്ക് ഉണ്ടാക്കിയത്. കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്, 2 മൂന്നാമത്തെ ഇപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഷെയ്ഡ് മാറിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാനാണല്ലോ കഴിക്കുന്നത്. ഇതാണ് 3ാമത്തെ പാൻ കേക്ക്. പാൻ കേക്കിൻ്റെ കൂടെ എല്ലാവരും മേപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ ഹണിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കുക. എനിക്ക് മേപ്പിൾ സിറപ്പും ഹണിയൊക്കെ ഭയങ്കര മധുരമായിട്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് ക്രീം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചോക്ലേറ്റ് പോലെ ഇരിക്കും. ഇത് നമ്മുടെ ജാമിൻ്റെ സെക്ഷനിൽ നിന്നൊക്കെ കിട്ടും. ഇങ്ങനെയാണ് ഈ സാധനം ഇരിക്കുക. അപ്പം ഇത് കുറച്ച് എടുത്തിട്ട് ഞാൻ സൈഡിൽ വെക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. കോഫി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്, പാൻ കേക്കും റെഡിയായി. ഇനി നമുക്ക് ഓടിപ്പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അല്ലെങ്കിൽ നമ്മളിത് ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മുടെ കോഫിയും പാൻ കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഒരു 9:45 ആകുമ്പോൾ എത്തിയാൽ മതി കേട്ടോ. അപ്പോൾ സമയം 8:15 ഒരു 8:30 ആകുമ്പോൾ റെഡി ചെയ്ത് തുടക്കണം. എന്നാലും ഒരു 9 മണിക്കെങ്കിലും ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് ചായനേക്കാൾ ഇഷ്ടം കോഫിയാണ്. ചായ എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷെ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ നിന്ന് ഒരു കോഫി കുടിക്കും, ഓഫീസിലെത്തിയിട്ട് ഒരു കോഫിയും കൂടി ഞാൻ കുടിക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മളുണ്ടാക്കിയ പാൻ കേക്ക്. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ പറയാം എങ്ങനെയുണ്ടെന്ന്. കുറച്ചെടുക്കുക, ഇതിൽ മുക്കുക,
കഴിക്കാം. നല്ല പാൻ കേക്ക്. നല്ല സോഫ്റ്റ് പാൻ കേക്കാണ്. മുട്ടയൊക്കെ ഇട്ട കാരണം കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പാൻ കേക്ക്. ഈ പാൻ കേക്ക് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഞാനിത് ഉണ്ടാക്കാൻ പഠിച്ചത് കേട്ടോ. നമ്മൾ പാർട്ട് ടൈമിന് പോയപ്പോൾ അവിടുത്തെ ഷെഫാണ് എന്നെ പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്നത്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ലഞ്ച് ഉണ്ടാക്കിയിട്ട് പോകാൻ നോക്കാം കേട്ടോ. അടുത്ത ലഞ്ചിൻ്റെ കറി ചിക്കൻ കറിയാണ്. ഇന്നലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ചിക്കൻ കറി കുറച്ചിടാം. അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലഞ്ച്. നമുക്ക് ഇതുപോലെ ഒരു ബാഗ് ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ലഞ്ച് വെച്ചിട്ട് കൊണ്ടുപോകേണ്ടത്. എല്ലാവരും ഇവിടെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലഞ്ച് വെച്ചു. ഇനി നമുക്ക് വേഗം പോവാം. ലാപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബാഗിൽ ലഞ്ച് ബോക്സ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പോവാം. അതല്ലെങ്കിൽ നമ്മളിന്ന് നേരം വൈകും. പവർ ബാങ്ക്, ഇതെൻ്റെ പവർ ബാങ്ക് ആണ് കേട്ടോ. ഒന്ന് ക്യൂട്ടായിട്ടില്ലേ കളർ കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് എനിക്ക് 5:30 വരെ ഉള്ളൂ കേട്ടോ വർക്ക്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിൽ എല്ലാ ലാസ്റ്റ് വർക്കിംഗ് ഡേയും, അതായത് ഇപ്പോൾ 2025 ആണല്ലോ, ഇന്നാണ് എൻ്റെ ലാസ്റ്റത്തെ വർക്കിംഗ് ഡേ 2025. അപ്പോൾ ഇന്ന് ക്ലീനിങ് ഡേ ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് എനിക്ക് 5:30 വരെ വർക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫീസ് ക്ലീൻ ചെയ്യുന്ന ദിവസമാണ്. ജപ്പാനിലെ എല്ലാ ഓഫീസുകളിലും ഇതുപോലെ ക്ലീൻ ചെയ്യാറുണ്ട്. ഇതവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഓഫീസിൽ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. പുറത്തുനിന്ന് ആൾക്കാർ വന്ന് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് അവർ ക്ലീൻ ചെയ്തോളും. പക്ഷെ നമുക്ക് 5:30 ആകുമ്പോൾ പോരാൻ പറ്റും കേട്ടോ. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ പോണത്. എനിക്ക് 2 ട്രെയിൻ മാറി കയറാൻ 2 ട്രെയിനും ഒരു ബസ്സും മാറി കയറാനുണ്ട് കേട്ടോ. പക്ഷെ വളരെ അടുത്താണ്, വലിയ ദൂരമൊന്നുമില്ല. നമ്മളൊരു 3/4 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മുടെ ഓഫീസിലെത്തും. അത്രേ ദൂരമുള്ളൂ. 3/4 മണിക്കൂർ എന്ന് പറഞ്ഞാലും പെട്ടെന്ന് പോകും കേട്ടോ. 2 ട്രെയിനൊക്കെ ഉള്ളുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ മാറി കയറി ഇനി ഞാൻ ഓഫീസിൻ്റെ അടുത്തേക്കുള്ള ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. എൻ്റെ ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടാൽ അപ്പം തന്നെ മനസ്സിലാവും. കാരണം അതിലൊക്കെ ഞാൻ സ്റ്റോറി ഇടാറുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ബസ് കയറാനുള്ള ക്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്, സ്കൂൾ കുട്ടികളുടെ പോലെ. നിങ്ങൾ ആ ലെഫ്റ്റിൽ ഒരു അപ്പാപ്പനെയും കുട്ടീനെയും കണ്ടോ? എനിക്ക് തോന്നുന്നത് അവർ പേരക്കുട്ടിയും അച്ചാച്ചനാണെന്നാണ്. കാരണം നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് സ്ട്രേഞ്ചർ ആണെന്നാണ്. പക്ഷെ അവരുടെ എന്താ പറയുക, കൊഞ്ചിപ്പിക്കലൊക്കെ കണ്ടിട്ട് എനിക്ക് പേരക്കുട്ടീനെയും അപ്പാപ്പൻ്റെ പോലെയും തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. അതെ, ഇതാണ് നമ്മുടെ ബസ്. നമുക്ക് 15 മിനിറ്റ് 15 മിനിറ്റ് കൂടെ നമുക്ക് ബസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഓഫീസിലേക്കുള്ള ആൾക്കാരൊക്കെ തന്നെയായിരിക്കും ആ ബസ്സിൻ്റെ ഉള്ളിൽ മിക്കവാറും ഉണ്ടാവുക. ഓഫീസിൻ്റെ സ്റ്റോപ്പ് എത്തുമ്പോൾ പിന്നെ ആ ബസ്സിലധികം ആരും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ സ്കൂൾ കുട്ടികളുടെ പോലെ ഇങ്ങനെ കയറാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ജപ്പാൻ ഭയങ്കര ഇൻട്രോവേർട്ടുകളുടെ ഒരു നാടാണെന്ന് കണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും അവരുടെ കാര്യം മാത്രം നോക്കി നടക്കുക. ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊന്നും ഇവിടെയുള്ളവർ തലയിടാൻ നിൽക്കില്ല. അത് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വലിയൊരു നല്ലൊരു കാര്യമാണ്. എനിക്കിങ്ങനെ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് തലയിട്ട് നോക്കിയാൽ, മറ്റുള്ളവരെ പരദൂഷണം പറയുക, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുക, ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. ഭൂമിയിൽ ഓരോ മനുഷ്യർക്കും അവരുടേതായ റൈറ്റ് ഉണ്ട് ജീവിക്കാനുള്ളത്. അതനുസരിച്ച് അവർ ജീവിക്കുക. അതിന് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇങ്ങനെയൊക്കെ ഒരു തോട്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജപ്പാനിൽ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആണുങ്ങൾ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഇട്ട് നടക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. അനിമയത്തൊക്കെ പോലത്തെ ഡ്രസ്സസൊക്കെ ഇട്ട് നടക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇതൊന്നും ഇവിടെ ആരും ജഡ്ജ് ചെയ്യില്ല. ഇതൊക്കെ ഇവിടെ നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരെങ്കിലും നടന്നു കഴിഞ്ഞാൽ അതെല്ലാവരും ജഡ്ജ് ചെയ്യും കേട്ടോ. അങ്ങനെയൊന്നും ജഡ്ജ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭൂമിയിൽ ജീവിക്കാൻ, അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നമ്മൾ ഓഫീസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ നമ്മൾ പാൻ കേക്ക് കഴിച്ചിട്ടാണ് വന്നത്. പിന്നെയും എനിക്ക് വിശന്നു. അപ്പോൾ താഴെ നമുക്കൊരു ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് ഞാനൊരു ചീസ് ബർഗർ വാങ്ങിയിട്ടോ. ഫുജിയാണ് കാണുന്നത്, മൗണ്ട് ഫുജി. ഫുജിസാൻ എന്നാണ് ജാപ്പനീസുകാർ വിളിക്കുക കേട്ടോ. ഇത് ആ ക്ലൗഡ് കൊണ്ട് മൂടിക്കെടുക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റാത്തത്. അങ്ങനെ ഞാൻ ബർഗറൊക്കെ കഴിച്ച് പിന്നെയും ജോലിക്ക് പോയി പിന്നെയും ബ്രേക്കിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഒരു 11:30 ആകുമ്പോൾ ഞാൻ പിന്നെയും ബ്രേക്ക് എടുക്കാനായിട്ട് വരും. അങ്ങനെ അത് കഴിഞ്ഞൊരു 12:45 ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. നമുക്കിവിടെ 3 മാസം കൂടുമ്പോൾ ലഞ്ച് ബ്രേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. 11:45 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 11:45 തൊട്ട് 12:45 വരെ, 12 മണി തൊട്ട് 1 മണി വരെ, 12:15 തൊട്ട് 1:15 വരെ, അങ്ങനെയൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് എനിക്ക് 12:30 തൊട്ട് 1:30 വരെയായിരുന്നു. അടുത്ത മാസം തൊട്ട് എനിക്ക് 11:45 തൊട്ട് 12:45 വരെയാണ് കേട്ടോ. കുറേ ഓഫീസിൽ കുറേ പേരുള്ളതുകൊണ്ട് ഒരുമിച്ച് കൺജസ്റ്റഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ. ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി, കോഫി കുടിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ 5:30 ആയി. 5:30 തൊട്ട് ഇനി ക്ലീനിങ്ങിനുള്ള ആൾക്കാർ കയറാണ്. അപ്പോൾ നമ്മൾ 5:30 ഇപ്പം ഇറങ്ങി കേട്ടോ. ഇതാണ് 5:30ത്തെ സമയം. നല്ല ഇറിട്ട് തോന്നണില്ലേ? വിൻ്ററായ കാരണം കൊണ്ടാണ് കേട്ടോ. ഈ സമയത്തൊക്കെ ചന്ദ്രനൊക്കെ ഉദിച്ച് നിൽക്കുന്നത് കാണാൻ, അതേ കണ്ടില്ലേ, ചന്ദ്രനാണ് കാണുന്നത്. നല്ല രസമാണ് ഈ 5:30 നേരത്തൊക്കെ ചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയി സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഷൻ.
നമ്മുടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറുതാണ് നമ്മുടെ സ്റ്റേഷനിലുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇവിടെ ക്രിസ്മസ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കപ്പിൾസിനെയാണെന്ന്. അപ്പോൾ കപ്പിൾസൊക്കെ ഇതുപോലെയൊക്കെ സ്ഥലത്ത് വരും, എന്നിട്ട് ഇതൊക്കെ എന്താ പറയുക എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സീറ്റ് ഉണ്ട് കേട്ടോ, അതേ കണ്ടില്ലേ നിങ്ങൾ, ആ വൈറ്റ് കളറിൽ അവിടെ ഇരുന്നിട്ട് അവർ ഫോട്ടോ എടുക്കും. അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ന്യൂ ഇയർ കഴിയണ വരെ ഈ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ നമ്മുടെ വീട്ടിലത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ എന്താ പറയുക എടുത്ത് വെക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ജപ്പാനിലും. അങ്ങനെ നമ്മളിനി വീട്ടിൽ പോവുകയാണെങ്കിൽ എനിക്ക് 2 ട്രെയിൻ മാറി കയറാനുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ, ഇന്ന് വൈകുന്നേരം നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഇനി തൊട്ട് അവിടേക്ക് കുറച്ച് തണുപ്പ് കൂടുതലായിരിക്കും. അങ്ങനെ ഞാൻ 2 ട്രെയിനൊക്കെ മാറി കയറി. നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കില്ല കേട്ടോ, ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള ട്രെയിനാണ്. ഇവിടെ നിന്ന് ഒരു 3 സ്റ്റോപ്പ് കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നമ്മുടെ IC കാർഡാണ് കേട്ടോ. ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് IC കാർഡ്. പക്ഷേ എൻ്റെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയായിരുന്നു. നിങ്ങളതിൻ്റെ റീൽ അല്ലെങ്കിൽ ഷോർട്ടൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ കേട്ടോ. നിങ്ങൾ ഫ്രണ്ടിൽ നോക്കിയേ, ഒരു അമ്മൂമ്മ നല്ലൊരു ബൊക്കെയൊക്കെ പിടിച്ച് പോണ് കണ്ടോ. ജപ്പാൻകാർ ഒരു 60 വയസ്സാകുമ്പോഴാണ് കേട്ടോ ജോലിയിൽ നിന്ന് റിട്ടയർ ആവുക. അവർ 60 വയസ്സാവാൻ കാത്തിരിക്കും. എന്തിനാണെന്നറിയോ, നമ്മുടെ നാട്ടിലത്തെ പോലെ വയ്യാന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടല്ല, പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ പോകാൻ, പുതിയ കൺട്രീസ് വിസിറ്റ് ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ 60 വയസ്സാവാൻ കാത്തിരിക്കുന്നത്. 60 വയസ്സായി അവർക്ക് പെൻഷനും കിട്ടും. ആ പൈസ കൊണ്ട് കുറേ കറങ്ങി നടക്കാമെന്നാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ് കേട്ടോ. നമ്മുടെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പറയും വയ്യ വയ്യ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിലും ജപ്പാൻകാരോട് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഇഷ്ടമാണ് കേട്ടോ അവരോട് തോന്നണത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി വീട്ടിലേക്ക് നടക്കണം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സമയം എന്ന് പറയണത് 6:30ആണ്. 6:30 തിരിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഈ സമയമാകുമ്പോഴും ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാറില്ല. ഇന്നത്തെ ഈ കൊല്ലത്തെ ലാസ്റ്റ് ഡേ ആയ കാര്യം കൊണ്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ നിന്നൊരു 2 മിനിറ്റിൻ്റെ ദൂരമുള്ളൂ കേട്ടോ. നല്ലോണം തിരക്കുന്നുണ്ട്, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. നമുക്ക് വേഗം വീട്ടിൽ പോവാം. അപ്പോൾ നമ്മളങ്ങനെ ഇടിച്ചിട്ടുണ്ട്. ഇനി എന്താ എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ഗ്രീൻ ടീ ഉണ്ടാക്കുക. നമ്മുടെ കാലത്തെ പാൻകേക്കിൻ്റെ മാവ് ഇരിക്കുന്നുണ്ട്, അത് വെച്ച് പാൻകേക്ക് ഉണ്ടാക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ക്ലാസ് ഉണ്ട് നമുക്ക്. ഇന്ന് പിള്ളേർക്ക് ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പോൾ ക്ലാസ് റെക്കോർഡ് ചെയ്യാനുണ്ട്. അരി വയ്ക്കണം, ചോറ് വയ്ക്കണം, അത്രയൊക്കെ തന്നെ ഇന്നുള്ളൂ. കറി ഓൾറെഡി നമുക്ക് ലെഫ്റ്റ് ഓവർ ഇന്നലത്തെ ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ ഇതാണ് കേട്ടോ. ഒരു ജോലിയുള്ള ദിവസം ഞാൻ ഇങ്ങനെയാണ് പോണത്, പ്രത്യേകിച്ച് വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ കുറച്ച് പേര് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ, ജോലിയുള്ള ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ എപ്പോഴും കളിയാക്കും കേട്ടോ, അവൾക്ക് ഡേ ഇൻ മൈ ലൈഫ് മാത്രമേ ഉള്ളൂ, ഡേ ഇൻ മൈ ലൈഫ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല, നമുക്കിപ്പോൾ എന്തായാലും ഈ ആഴ്ച നാളെ തൊട്ട് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ അടുത്ത് നല്ലൊരു സ്ഥലമുണ്ട്, ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. നമ്മൾ അവിടെ പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് മെല്ലെ ഇനി ടോക്കിയോയിൽ ഓരോ സ്ഥലങ്ങളായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലാണ് വരെ ബൈ ബൈ, ടേക്ക് കെയർ, ജമദ.